എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെത്തിയത് ഹീറോ ആണെങ്കിൽ ബിമ്മിന്റെ കൂടെ ഒക്കെ സംസാരിച്ചില്ലായിരുന്നോ. അവിടുന്ന് ഒരുപാട് കുടിച്ചിട്ട് അവരാണെങ്കിൽ ഒരുമാതിരി നടന്നു പോകുമ്പോഴത്തേക്കിന് ജയാങ്ങിന്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ അവനെ വിളിച്ചുകൊണ്ട് ജയാങ്ങിന്റെ അടുത്തോട്ട് പോവാട്ടോ. അയാളും പറയാണ്, നമ്മുടെ പ്രൊജക്റ്റ് നീ നന്നായിട്ട് തന്നെ നോക്കണം, അടുത്ത ദിവസം ഇൻസ്പെക്ഷൻ വരെ നടക്കാൻ പോകുന്നുണ്ട്, എല്ലാം നോക്കിക്കണ്ട് ചെയ്യണമെന്ന് അവരോട് എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. വീടിൻ്റെ അവിടെ എത്തിയതും ഹീറോയിൻ ആണെങ്കിൽ ഉറങ്ങിയെന്ന് നോക്കുമ്പോഴത്തേക്കിന് ലൈറ്റ് ഓൺ ആട്ടോ. അപ്പം അവനാണെങ്കിൽ പെട്ടെന്ന് കുടിക്കാത്ത പോലെയൊക്കെ ഡ്രസ്സൊക്കെ നേരാക്കി വീടിനകത്തോട്ട് കയറിയെന്ന് ഫസ്റ്റ് വൊമിറ്റ് ചെയ്യുക. അവളാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് അവന്റെ കോട്ടാണെങ്കിൽ മേടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കിന് ഈ നീ ഇതൊന്നും തൊഴണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് അവള് വെള്ളം എടുക്കാൻ വേണ്ടി പോവാട്ടോ. നിന്റെ റിവിഷനൊക്കെ എങ്ങനെ പോകുന്നു, ഏത് കോളേജിൽ അപ്ലൈ ചെയ്യാനോ നീ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഈ അവസ്ഥയിൽ ഇതൊക്കെ നമുക്ക് സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ വിടുന്നില്ല കേട്ടോ. നീ ദൂരെ എവിടെയെങ്കിലും പോയി പഠിക്കണം എന്ന് ആഗ്രഹിച്ച് അവിടെ തന്നെ പോയിക്കോ, എനിക്കൊരു പ്രശ്നമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാനിവിടെ അടുത്തുള്ള കോളേജിൽ തന്നെ പോയി പഠിച്ചോളാം, നമ്മൾ രണ്ടുപേരും എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം എന്നും പറഞ്ഞിട്ട് അവളങ്ങ് കടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഹീറോയിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂൾ ലൈഫ് തീരുവാട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ ലാസ്റ്റ് ഡേ നന്നായിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിള്ളേരൊക്കെ ആണെങ്കിൽ സൈനൊക്കെ ചെയ്യാട്ടോ, ഒരു ബുക്കിൽ അവരുടെ ഡ്രസ്സിൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഹീറോയിനോട് ക്രഷുള്ള അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മോണിറ്റർ ചെക്കനില്ലേ, അവനാണെങ്കിൽ അവൻ്റെ കോട്ട് എടുത്തുകൊണ്ട് വരിക കേട്ടോ. ഒന്ന് സൈൻ ചെയ്യുമെന്നും പറഞ്ഞുണ്ട്. മിയോ സൈൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നിന്റെ കോട്ടെന്താ ഞാൻ സൈൻ ചെയ്ത് തരാമെന്ന് പറയുമ്പോഴത്തേക്കിനും അയ്യോ സോറി ഞാൻ ഇന്ന് കോട്ട് എടുക്കാൻ വേണ്ടി മറന്നു, എൻ്റെ കയ്യിലില്ല എന്ന് അവൾ കള്ളം പറയും. ശരിക്കും അവളുടെ കയ്യിൽ കോട്ട് ഉണ്ട് കേട്ടോ. അവൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞാണ്, എന്തിനു വേണ്ടിയാന്ന് അറിയത്തില്ല കേട്ടോ. അതേസമയം ആ ജയാങ്ങും ബ്രദർ പിമ്മും കൂടി ആണെങ്കിൽ സംസാരിക്കാം കേട്ടോ. നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന അവിടെയൊക്കെ ആണെങ്കിൽ അടുത്ത ദിവസം ഇൻസ്പെക്ഷനൊക്കെ പോകുന്നുണ്ട്, നമ്മളെ പെടാതെ നോക്കണം, അതുപോലെ തന്നെ പണക്കാരനായിരുന്ന ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ചെന്നിനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരുത്തരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് നീ തന്നെ കാണുന്നില്ല, ക്ലബിലെല്ലാ കാര്യങ്ങളും അവൻ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല, അതും പുറത്തുള്ള വ്യക്തികളെ എന്നൊക്കെയാണെങ്കിൽ ഇവർ സംസാരിക്കാം കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്കിനും കുറേ പോലീസുകാരൊക്കെ പോകുന്ന കാണുക. ഇതെന്ത് സംഭവം നിൽക്കുമ്പോഴത്തേക്കിനും ആ കടക്കാർ ചേച്ചി പറഞ്ഞു കൊടുക്കുക, ഇതെല്ലാം ഡിസ്ട്രിക്ട് 7 പോകുന്നത്, അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര മോശക്കാരല്ലേ, എന്തൊക്കെയാണ് ഒപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ആർക്കറിയാം, മോളൊക്കെ നന്നായിട്ട് പഠിച്ച് വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചു, ഇവിടെ നിന്ന് നിൽക്കണ്ട എന്നൊക്കെയാണെ പറയും. ഹീറോ വർക്ക് ചെയ്യുന്ന ആ ക്ലബിലെ പോലീസുകാർ പോയ കാര്യമാട്ടോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൾക്കാണെങ്കിൽ പേടിയാവുക. അവിടെ വേഗം തന്നെ ചെന്നിനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ കോൾ എടുക്കുന്നില്ല. അപ്പം കെന്നിനെ വിളിച്ചിട്ട് ചോദിക്കുക, എൻ്റെ ചേട്ടൻ എവിടെയാന്ന്. അവൻ ലിൻഡേൻ്റെ കൂടെ, നീ പേടിക്കൊന്നും വേണ്ട എന്നാണ് ഈ പറഞ്ഞത്. അവൾ നേരെ വീട്ടിലോട്ട് പോകട്ടെ പെടുങ്ങിയിട്ട്. അവൻ കുറേ കഴിയുമ്പോഴത്തേക്കിന് വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കിന് അവളുടെ യൂണിഫോം ആണെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടാകും, കൂടെ ഒരു സ്കെച്ചും കൂടി കേട്ടോ. നീ ഉറങ്ങിയോ മീയോ എന്നാണെങ്കിൽ ചോദിക്കുമ്പോൾ ഒന്നും മറുപടി പറയുന്നില്ല കേട്ടോ. അപ്പോഴേക്കും അവൻ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നത്, നീ ഇത് എവിടെയാ, നീ ഓക്കെ അല്ലേ, നീ എപ്പോൾ വീട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഒരുപാട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിതൊക്കെ കണ്ടപ്പോൾ ചിരിക്കുക. അങ്ങനെ അടുത്ത ദിവസം ചെന്നാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന അടുത്തോട്ട് വരും കേട്ടോ. അവിടുത്തെ പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ലേ, അതുകൊണ്ട് അവരോടൊക്കെ ചോദിക്കാം കേട്ടോ, ഇനി എന്ത് സബ്ജക്റ്റ് എടുത്താലാണ് ഭാവിയിൽ നല്ല ജോലി കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെയാണെങ്കിൽ ചോദിക്കുമ്പോൾ അവർ സയൻസ് ആർട്സ് പൊളിറ്റിക്കലൊക്കെ എടുത്ത് നല്ലതാ എന്നാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഹീറോയിനാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊണ്ടുവരാം, നീ ഏത് കോളേജിൽ വെച്ചാൽ അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് പോകുക കേട്ടോ. ഇച്ചിരി പോലും മാന്യത എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവരും വീട്ടിൽ വരുമ്പോഴത്തേക്കിനും എന്തൊരു കോള് വരിക, ആ ശരി ഞാൻ ഇപ്പോൾ എയർപോർട്ടിലോട്ട് വരാം എന്നും പറഞ്ഞ് പോകുമ്പോഴത്തേക്കിനും നീ ആരെ കൂട്ടാൻ എയർപോർട്ടിലോട്ട് പോകുന്നതെന്ന് വെച്ചിട്ട് അവൾ വരിക. അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നീ കോളേജിലൊക്കെ അപ്ലൈ ചെയ്യുക, എൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആർട്സും പൊളിറ്റിക്കൽ ആർട്സൊക്കെയാണ് ഇപ്പോൾ നല്ലതെന്നാണ് എൻ്റെ പരിചയക്കാരൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് യൂണിവേഴ്സിറ്റി വേണമെങ്കിലും കൊടുത്തോ. ഹവായി യൂണിവേഴ്സിറ്റിയിൽ വരെ പോയി പഠിച്ചോന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനിപ്പോൾ അതൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. അന്ന് നീ തീരുമാനിച്ചിട്ട് പറയാന്ന് പറയും. ഫസ്റ്റ് നീ ഇത് പറ, നീ ഇതിപ്പോൾ ആരെ കൊണ്ടുവിടാനാണ് പോകുന്നതെന്ന് വെക്കുമ്പോൾ ഞാൻ ലിൻഡനെ കൊണ്ടുവിടാനാണ് പോകുന്നത്, നീ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന പറയുമ്പോഴത്തേക്കിനും പോകുന്നതിന് മുമ്പ് എനിക്കൊന്ന് ചിലതൊക്കെ പഠിപ്പിച്ച് താ എന്നാണ് ഈ പറഞ്ഞത്. അവളെ അവിടെ ഇരുത്തിയിട്ട് അവന് കുറച്ചൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്, എൻ്റെ യൂണിഫോമിൽ നീ ഒന്ന് സൈൻ ചെയ്യാന്ന് വയ്ക്കും. ഞാൻ എന്താ ഇപ്പോൾ എഴുതിയിട്ട് സൈൻ ചെയ്യാന്ന് വയ്ക്കുമ്പോൾ എന്ത് വേണമെങ്കിലും എഴുതിക്കോ, എപ്പോഴും നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അതായത് നമ്മൾ രണ്ടുപേരും എവിടെ പോയാലും ഒരുമിച്ചുണ്ടാവും എന്നുള്ള പ്രോമിസ് തന്നിട്ട് വേണം നീ സൈൻ ചെയ്യാന്ന് പറയും. നിന്റെ അടുത്ത എൻട്രൻസ് എക്സാമിനാണെങ്കിൽ നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഓൾ ദി ബെസ്റ്റും പറഞ്ഞിട്ടാണെങ്കിൽ സൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ ലിൻഡനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. അവളും പറയാണ്, നീ ഇപ്പോൾ ജിയാങ്ങിൻ്റെ കൂടെ നിൽക്കുന്നത് നല്ലതല്ല, അവരൊക്കെ ഡേഞ്ചേഴ്സ് ആണ്, നിനക്ക് എന്തെങ്കിലും പറ്റും, അതുകൊണ്ട് നീയും എൻ്റെ കൂടെ പോകുന്നതിന് നമുക്ക് അവിടെ ജോലി ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും ഇല്ല അതൊന്നും പറ്റത്തില്ല, എനിക്ക് മിയോനെ നോക്കണം, അവളുടെ കൂടെ നിൽക്കണം എന്നാണെങ്കിൽ പറയുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനാണെങ്കിൽ എൻട്രൻസ് എക്സാം ആണെങ്കിൽ നടക്കാൻ പോവുക കേട്ടോ. അതിനു മുമ്പ് അവളാണെങ്കിൽ നല്ലോണം റെഡി ആയിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കിനും അവൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നലെ ലിൻഡനെ കൊണ്ടുവിട്ടപ്പോൾ അവളെന്തേലും പറഞ്ഞു നിൽക്കുമ്പോൾ പറഞ്ഞു അവളുടെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു, കാരണം എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് പറയും.
ഉത്തരവാദിത്തങ്ങൾ എന്താ ഞാനാണെന്ന് വെക്കുമ്പോഴത്തേക്കിനും അവനും അതേന്ന് പറയും. അങ്ങനെ ഇവളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അവന് പോവാട്ടോ. ഹോൾ ടിക്കറ്റിന്റെ പെണ്ണ് അത് ഇതെല്ലാം എടുത്തില്ലെന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിനെ എല്ലാം സെറ്റാണ്, നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയും. ഏതായാലും നീ നല്ല മാർക്ക് എടുക്കണം കേട്ടോ, നല്ലോണം സ്കോർ ചെയ്യണം, മറക്കല്ലേ എന്നാണ് പറയുമ്പോൾ എന്തായാലും നമ്മുടെ വീടിന്റെ പേര് ഞാൻ എന്തായാലും രക്ഷിച്ചിരിക്കും, ഞാൻ നല്ല സ്കോർ എടുക്കുന്ന പറയുമ്പോഴത്തേക്കിനും നമ്മൾ രണ്ടുപേരും ഇപ്പോഴാണ് ഒരു ഫാമിലി ആയത്, അതിലെവിടെ പേര്, നീ എന്ത് സംരക്ഷിക്കുന്നു നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കും. അങ്ങനെ അവിടെ എത്തിയതോ അവനാണെങ്കിൽ പിന്നെയും എല്ലാം എടുത്തു നോക്കുമ്പോഴത്തേക്കിനും നീ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കില്ല, എന്നെ പേടിപ്പിക്കില്ല, നീ ഒന്ന് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നിട്ട് പിന്നെ അവൻ്റെ അടുത്തോട്ട് വന്നത്. അവനാണെങ്കിൽ ഓൾ ദി ബെസ്റ്റും കൊടുത്ത് ഹഗ് ചെയ്ത് അവളെ പറഞ്ഞു വിടുക കേട്ടോ. 2-3 ദിവസമാണെങ്കിൽ എക്സാം എടുക്കുന്നുണ്ട് ഓരോ വിഷയത്തിന്. അങ്ങനെ അവൾ നന്നായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് എഴുതി കഴിഞ്ഞത് അവൾ ഓടി വരും കേട്ടോ, ഞാൻ നന്നായിട്ട് എഴുതിയതും പറഞ്ഞുണ്ട്. ഇവളെ കാത്ത് നമ്മുടെ കെന്നും ഞാനും ഒക്കെ ആണെങ്കിൽ വന്നിട്ടുണ്ടാവും കേട്ടോ. അവരൊക്കെ ആണെങ്കിൽ അവള് നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു ഫ്ലവർ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവൾക്ക് ഭയങ്കര സന്തോഷം. കെന്നു വരികയാണെങ്കിൽ ഇവൻ ഇതിനു മുമ്പ് ആരോടും ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടില്ലെന്ന് പറയും. അതെന്താ എൻ്റെ അനിയത്തിക്ക് ഒരു പൂ പോലെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാട്ടോ. അവളും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. കെന്നാണെങ്കിൽ മതി നിർത്തുന്നാണെങ്കിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് എന്നാൽ ശരി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം, നിങ്ങൾ പോയിക്കോന്ന് പറയുമ്പോഴത്തേക്കിന് അവന്മാരും ഭായും പറഞ്ഞങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. നമുക്ക് വീട്ടിൽ നിന്ന് കഴിച്ചാൽ പോയെ, പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നത്. ഇവളാണെങ്കിൽ വീടിന് ചുറ്റും കടന്ന് ഓടുക കേട്ടോ. എന്താ മീ കാണിക്കുന്നത് നോക്കുമ്പോഴത്തേക്കിന് അവൻ കൊടുത്ത ആ ഫ്ലവർ ആണെങ്കിൽ നട്ടു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റാണ് നോക്കിക്കൊണ്ടിരുന്നത്. നീ ക്രേസി ആയിട്ട് ഓരോന്ന് കാണിക്കാതെ വാ, വന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞ് അവളെ വിളിക്കും. അങ്ങനെ ഒരു വിധത്തിൽ അതൊക്കെ നട്ട് കഴിഞ്ഞിട്ട് അവളും വന്ന് ഇരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പ്ലാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ നീ അപ്ലൈ ചെയ്യുന്നതെന്ന് വെക്കുമ്പോഴത്തേക്കിന് എന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാമെന്നൊന്നും നീ വിചാരിക്കേണ്ട, ഞാൻ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കോളേജിൽ മാത്രമേ അപേക്ഷിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിന് ശരി നമുക്ക് ഇതും പറഞ്ഞൊരു തർക്കം വേണ്ട, ഇനിയും കുറച്ച് ദിവസം ഉണ്ടല്ലോ, നമുക്ക് സംസാരിച്ച് തീരുമാനിക്കാം എന്നാണെങ്കിൽ പറയും കേട്ടോ. ഇപ്പം നമ്മുടെ ആ പോലീസുകാരനും പിന്നെ ഫിയാൻസിയായ നമ്മുടെ യോങ്ങിന് കല്യാണം നടക്കാൻ പോവല്ലേ, അതിൻ്റെ വെഡിങ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നോക്കാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവളോടും പറയാ നീ ഒന്ന് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയോ, നിന്റെ ജീവിതത്തിലും ചില 2-3 വട്ടം ഇതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അതുകൊണ്ട് നീ ഇട്ടിട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് അവളെ കൊണ്ട് ഇടിപ്പിക്കുക കേട്ടോ. നിന്നെ കാണാൻ ഇപ്പം നല്ല റിസൾട്ട്, ഇനി പറ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറ, ഞാൻ അവരോടും പറയാനൊന്നും പോകുന്നില്ല, നീ സ്നേഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഞാൻ ഉപദേശിക്കാനും നിൽക്കില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്താണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും അവളും പറയാണ് എനിക്ക് ഒരാൾ ഇഷ്ടമാണ്, അവൻ എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ തോന്നും, പക്ഷെ അവൻ അടുത്ത് വരുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കരമായിട്ട് നെർവസ് ആവും എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും യോഗ പറയാണ് നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്, നീ മുതിർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നിന്റെ ഫീലിങ്സ് ഒക്കെ മാറാം, പക്ഷെ ഇപ്പോഴത്തെ നിനക്ക് ആരോടെയും ക്രഷോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ ഫീലിങ്സ് നല്ലതായിരിക്കും, എന്തായാലും നീ നോക്കി കണ്ട് തീരുമാനം എടുക്കുക എന്നാണേ പറയും. ആ പോലീസുകാരനാണെങ്കിൽ യോങ്ങിന് വേണ്ടിയിട്ട് റിംഗ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആണെങ്കിൽ ഹീറോക്ക് കാണിക്കുക, ഇതെന്താ ഗോൾഡ് വാങ്ങിച്ചത് വെക്കുമ്പോൾ നിനക്കറിയാൻ പാടില്ല ഈ പെമ്പിള്ളാരുടെ സൈക്കോളജി, അവർക്ക് ഗോൾഡാണ് ഭയങ്കര ഇഷ്ടം, നമ്മൾ എത്രയൊക്കെ ഡയമണ്ട് മേടിച്ചു കൊടുത്താലും അവരെപ്പോഴും ഗോൾഡിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതൊന്നും നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്കൊരു ഫാമിലി ഉണ്ടാവണം എന്നാലേ മനസ്സിലാവും, നിനക്ക് അങ്ങനെയൊന്നും പ്ലാനില്ലെന്ന് വെക്കുമ്പോഴത്തേക്കിനും ആദ്യം അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി പോയിട്ട് അതേപോലെ തീരുമാനിക്കുക എന്നാണെങ്കിൽ പറയുന്നതാണെങ്കിൽ പോലീസുകാരൻ കേൾക്കുക മിയോ കോളേജിൽ പോകുന്നതും നിനക്കൊരു ഗേൾ ഫ്രണ്ട് ആവുന്നത് തമ്മിൽ എന്താ ബന്ധം നോക്കും. അവൻ എന്നെ പറയേണ്ടത് അറിയില്ല, കാരണം മിയോന് ഇവന് ഇഷ്ടാട്ടോ, അത് ഉദ്ദേശിച്ചാണ് അവൻ പറഞ്ഞത്. പെട്ടെന്ന് അവൻ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അല്ല നിങ്ങൾ യോഗം കുറേ നാളായിട്ടില്ലേ റിലേഷൻഷിപ്പിൽ, പെട്ടെന്ന് എന്താ മാരേജിലോട്ട് കടന്നു നോക്കുമ്പോഴത്തേക്കിന് പെട്ടെന്നൊന്നല്ല, എനിക്ക് പണ്ടേ അവളെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്കൊരു ഫാമിലി റൺ ചെയ്യാനുള്ള പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ലൊരു പൊസിഷനിൽ കയറിയോണ്ടാണ് അവളെ ഞാൻ കല്യാണം കഴിക്കാതെ തീരുമാനം എടുത്ത്, ഇത്രയും നാൾ അവൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു എന്നാണ് പറയുമ്പോഴത്തേക്കിനും ഓ സമ്മതിച്ചിരിക്കുന്നു യോഗൻ നിങ്ങളെ വേണ്ടി വെയിറ്റ് ചെയ്തല്ലോ, അത് ഭയങ്കര കാര്യം എന്ന് പറയുമ്പോഴത്തേക്കിന് നീ എന്താണ് എന്നെ കളിയാക്കുകയാണോ എന്നൊക്കെയാണെങ്കിൽ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവൾമാരെ രണ്ടുപേരും അങ്ങോട്ട് പോയരാട്ടോ. അങ്ങനെ ഇവർ 4 പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ചെന്നാണെങ്കിൽ അവർക്ക് വേണ്ടി ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. യോങ് ആണെങ്കിൽ കണ്ടില്ലേ ബ്രദർ സിസ്റ്റർ ആണെങ്കിൽ അവർക്ക് എന്ത് കയറാം, നിങ്ങളെക്കാട്ടിൽ അടിപൊളി അവരാ എന്നാണെങ്കിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഹീറോയിൻ ആണെങ്കിൽ അവൻ്റെ കൈയൊക്കെ തുടച്ചു വിടാട്ടോ. ഇവരുടെ ഈ ബിഹേവിയർ ഒക്കെ കാണുമ്പോഴത്തേക്കിന് ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ ഡൗട്ട് പോകുന്നുണ്ട്. എന്നാലും ചോദിക്കുന്നൊന്നുമില്ല. പോലീസുകാരനാണെങ്കിൽ അല്ല നിന്നോട് ഞാൻ നേരത്തെ ചോദിച്ചില്ലായിരുന്നു ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്, തീരുമാനമായോന്ന് വയ്ക്കും. ഇതുവരെ തീരുമാനിച്ചില്ല, എന്നാലും വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൽ ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറയും. അതെന്തിനാ നീ വീടിൻ്റെ അടുത്തുള്ള കോളേജിൽ തന്നെ കൊടുക്കുന്നേ, ഈ ലോകം കാണണമെന്നൊന്നും നിനക്ക് ആഗ്രഹമില്ലേ, അന്നല്ലേ നിനക്ക് നല്ല നല്ല അനുഭവങ്ങളൊക്കെ കിട്ടുള്ളൂ, പുറത്തെവിടെയെങ്കിലും പോയി പഠിക്കും. അതല്ല നിന്നെ ആരെങ്കിലും പേടിപ്പിച്ച് നിർത്തിയേക്കാണോ, നിന്നെ ഏതെങ്കിലും ഒരുത്തർ സ്നേഹിക്കുന്നുണ്ടോ, അവനാണോ പറഞ്ഞേ ഇവിടെ തന്നെ പഠിക്കണമെന്ന്, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിന് ചെന്നാണെങ്കിൽ പെട്ടെന്ന് അവളോട് ഞാനാ പറഞ്ഞ പുറത്തൊന്നും പോകണ്ടാന്ന്, കാരണം അവൾക്ക് സേഫ്റ്റി ആയിരിക്കില്ല, അതുകൊണ്ട്
അതുകൊണ്ട് യോ കാണിക്കും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ്റെ വായ അടുപ്പിക്കാട്ടോ. ശരി ശരി നമുക്ക് ഇത് ഇതോടെ നിർത്താം, മാ ചെന്ന് നമുക്ക് താഴെ പോയിട്ട് എന്തെങ്കിലും ഫുഡും കൂടി വാങ്ങിച്ചിടാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കിന് യോങ്ങാണെങ്കിൽ മിയോനോട് പറയുന്നുണ്ട് അങ്ങനെ എടുക്കുക അങ്ങനെ റൂഡായിട്ട് സംസാരിക്കുന്നത് ഒന്നും തെറ്റിദ്ധരിക്കണ്ട എന്നാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെന്നിൻ്റെ അടുത്തോട്ടാണെങ്കിൽ മിയോ വന്നിട്ട് നീയും പോലീസുകാരന് കുറേ നേരമായാലും സംസാരിച്ച് എന്താ മിണ്ടിയെ എന്നൊക്കെയാണെങ്കിൽ ചോദിക്കുമ്പോഴത്തേക്കിനും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയും കേട്ടോ അവളോട്. അപ്പോഴത്തേക്കിനും അവർ രണ്ടുപേരും വീഴുക. അയ്യോ മഴ വരുന്ന പോലെയുണ്ട്, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ടേന്ന് ചോദിക്കും. അയ്യോ വേണ്ട ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് വന്നേക്കുന്ന അതിന് പോയിക്കോളാം എന്ന് പറയും കേട്ടോ. യോങ് ആണെങ്കിൽ നിങ്ങൾ ഇന്ന് കുറച്ച് ഓവറായിട്ടാട്ടോ സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ ഹീറോയിന് ഹെൽമെറ്റൊക്കെ ഇടിപ്പിച്ച് കൊടുത്ത് രണ്ടുപേരാണെങ്കിൽ പോകാട്ടോ. പോകുന്ന വഴിക്ക് അവൾ ഒരുപാട് വർത്തമാനം പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു കാര്യം ചിന്തിച്ച് നോക്കുക. പോലീസുകാരനാണെങ്കിൽ അവനെ മാറ്റി എടുത്തിട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു കാണും കേട്ടോ. നീ സത്യം പറയണ എന്നോട്, നിനക്ക് മോങ്ങനെ ഇഷ്ടമാണോ നോക്കുമ്പോഴത്തേക്കിന് അവനൊന്നും മിണ്ടിയിട്ടുണ്ടാവില്ല. അങ്ങനൊന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. സത്യം പറ എന്നോടെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. അവളാണെങ്കിൽ നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറയുന്നു, നീ ആണെങ്കിൽ അവനെ വിട്ടു പോകത്തില്ലെന്ന് പറയുന്നു. ഇത് നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിലൊരു തീരുമാനം എടുക്കേണ്ട ടൈമാണ്. അവിടെ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കട്ടെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് കരിയർ ഉണ്ട്, അതെങ്കിലും നിങ്ങൾ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഉപദേശിച്ച് കാണും കേട്ടോ. അതും ആലോചിച്ച് ഇവൻ പോകുമ്പോഴത്തേക്കിനും ബൈക്കിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവും കേട്ടോ. അവരത് നോക്കിക്കൊണ്ടിരിക്കുക. മഴയും പെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ എങ്ങാനും ഇരിക്കാം, മഴ പോയി കഴിയുമ്പോൾ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എടുത്തിരിക്കുക കേട്ടോ. നിനക്ക് തണുക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് അവളുടെ തലയൊക്കെ ആണെങ്കിൽ തോർത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവളും പറയാണ് ആ പോലീസുകാരൻ വിചാരിച്ചേക്കുന്നത് എനിക്ക് വീട്ടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണമാണ് ഞാൻ പുറത്തുനിന്ന് പോയി പഠിക്കാത്തതെന്ന്. പക്ഷെ സത്യം എന്താണെന്നറിയോ, എനിക്ക് നിന്നോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണമാണ് ഞാൻ പുറത്തുനിന്ന് പോയി പഠിക്കാത്തത്. നിനക്കത് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് അവനാണെങ്കിൽ തിരിഞ്ഞു നിന്നിട്ട് പറയാണ് നീ ഇവിടെ നിൽക്കേണ്ടവളല്ല, നീ പുറത്തെങ്ങാനും പോയി പഠിച്ചു, അതായിരിക്കും നല്ലത്. ഈ സ്ഥലം വെറും ചെറുത് മാത്രമാണ്, നിന്നെ തേടി വലിയൊരു ലോകം തന്നെ പുറത്തുണ്ട്. അവിടെ പോയാൽ നിനക്ക് വലിയ വീടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നിന്റെ വീട് തന്നെയാണ്, പക്ഷേ നിനക്കായിട്ടൊരു കരിയർ വേണ്ടേ? അവിടെ പോയി എനിക്ക് വലിയ വീടൊക്കെ ആക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ സ്വന്തം വീട് ഉണ്ടാവില്ലല്ലോ, നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ, എനിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മിയോ ആണെങ്കിൽ ചെന്നിൻ്റെ കയ്യെ പിടിക്കാട്ടോ. അവളിങ്ങനെ പയ്യെ അടുത്തോട്ട് വരുന്ന കണ്ടത് അവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവൻ്റെ ഫീലിങ്സ് ഒക്കെ പുറത്തു വരാം കേട്ടോ. അവളെ കിസ് ചെയ്യുക. അവൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. എന്നിട്ട് അവനെ ഹഗ് ചെയ്തിട്ട് ഒരു പക്ഷേ എൻ്റെ അവസ്ഥ കാരണം ഞാൻ പുറത്ത് ഏതെങ്കിലും സിറ്റിയിൽ പോയിട്ട് പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കിനും നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നാണെങ്കിൽ ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്കുള്ള ഒരേ ഒരു ഫാമിലി നീയാണ്, അപ്പം നിനക്ക് വേണ്ടി അല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞെന്നും പോവാന്നും പറഞ്ഞുണ്ട് രണ്ടുപേരും ബൈക്ക് എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ പെട്ടെന്ന് അവനെ ഹഗ് ചെയ്തിരിക്കുക കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലഷ് ആവുകയാണ്. അങ്ങനെ ബൈക്ക് ഓടിച്ച് നേരെ വീട്ടിലോട്ട് എത്തുകയാണ്. രണ്ടുപേരാണെങ്കിൽ വീട്ടിലിരിക്കുക കേട്ടോ. അവൾക്ക് ഒരുമാതിരി ആവുകയാണ്. അപ്പോഴത്തേക്കിന് അവനാണെങ്കിൽ കുറച്ച് ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരിക. കഥയ്ക്ക് ചെറുതായിട്ട് തോന്നിട്ട് ഇത് ഐസ്ക്രീം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ മഴയത്ത് ഐസ്ക്രീമോ എന്താ ഇപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കാൻ തോന്നിയെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം അവൾ എടുക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ നീങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കാതെ വേഗം ഐസ്ക്രീം എടുക്കുക അല്ലെങ്കിൽ അടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ഓൾറെഡി ഞാൻ എടുത്തു, നീ ആ കഥ തുറന്നു നോക്കുന്നു പറയുമ്പോഴത്തേക്കിന് അവൻ പെട്ടെന്ന് കഥ കടിച്ചിട്ട് അങ്ങ് പോകും കേട്ടോ. ഇവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് പയ്യെ ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് അവന് ഭയങ്കര ഹോട്ടാന്ന് തോന്നുക. അതുകൊണ്ട് ഐസ്ക്രീം മുഖത്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ. അവൾ ഇതൊക്കെ കണ്ട് ചിരിച്ചിട്ട് അവളാണെങ്കിൽ കഥകിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ അവനും അതേപോലെ വന്ന് നിൽക്കുക. രണ്ടുപേരാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിരിച്ചോണ്ടിരിക്കും. നമ്മുടെ ചെന്നാണെങ്കിൽ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് വന്നേക്കുക. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ നടത്തുന്ന അവിടുത്തെ ഹെഡാണെങ്കിൽ വന്നിട്ട് പറയാണ് ഈ പ്രൊജക്റ്റ് ഇവിടെ നടക്കില്ല, ഇത് ഞങ്ങൾ നിർത്തി വെക്കുക എന്നാണ് ഈ പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന മൊത്തം കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ ഇരിക്കും കേട്ടോ. 2 മാസമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഇത് നിർത്തുക എന്നൊക്കെ പറയുന്നത് ഇത് നടക്കില്ല എന്നൊക്കെ ആണെങ്കിൽ ഇവരോട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഹെഡാണെങ്കിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ നിർത്തുക, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. മാനേജർ നിങ്ങളെങ്കിലും ഒന്ന് നോക്ക്, ഞങ്ങൾ 2 മാസം ഇവിടെ വർക്ക് ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് നിങ്ങൾ നിൽക്കുക, നിങ്ങളിപ്പോൾ പ്രശ്നം ഒന്നും ഉണ്ടാക്കട്ടെ, ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകും കേട്ടോ. അതേസമയം മിയോ ആണെങ്കിൽ അവളുടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞോണ്ട് അവൾക്കൊരു പാർട്ടി ആണെങ്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ 2 കമ്മൽ വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഹീറോ ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന അവിടുത്തെ ഹെഡില്ല ബെന്നെന്ന് പറഞ്ഞവനാണെങ്കിൽ സംസാരിച്ച് പോവാ കേട്ടോ. നമ്മുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇൻസ്പെക്ഷനിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമാവോ വിമ്മ് വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാന്ന് പറയുമ്പോഴത്തേക്കിനും നിനക്ക് നമ്മുടെ ബോസിനെ പറ്റി അറിയാത്തതുകൊണ്ട് അങ്ങനെ എന്തൊക്കെ ഉടായ്പാന്നറിയോ, നിനക്ക് ആ ഗ്രീൻ ലൈഫ് ഇൻഷുറൻസിനെ പറ്റി അറിയുമെന്ന് വയ്ക്കും. അതായത് ഹീറോയിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന ആ ഇൻഷുറൻസ് കമ്പനി ഇല്ലേ തട്ടിച്ചോണ്ട് പോയേ, ആ കമ്പനിയെ പറ്റിയാണ് ചോദിക്കുന്നത്. പിന്നെ എനിക്കറിയാലോ എന്നാണ് ഞാൻ പറയുമ്പോഴത്തേക്കിനും ആ ഇൻഷുറൻസ് കമ്പനി വരെ നമ്മുടെ ബോസ് ആയിരുന്നു. അങ്ങനത്തെ ചില തട്ടിപ്പ് പരിപാടിയൊക്കെ നമ്മുടെ ബോസിന്റെ കയ്യിലുണ്ട്, പക്ഷെ രക്ഷപ്പെടും കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ ഒരു ടീൻ്റെ എന്തോ
കാണിക്കാം കേട്ടോ. ആഹാ ഈ നല്ല ടീ ആണല്ലോ, ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെക്കുമ്പോഴത്തേക്കിന് അയാളാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, സൂക്ഷിച്ച് വെക്കണം എന്നൊക്കെയാണ് പറയുമ്പോഴത്തേക്കിന് ഹീറോ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മുടെ ലിൻഡ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ആ ക്ലബിലോട്ടാണെങ്കിൽ കുറേ ടീ ഒക്കെ ആണെങ്കിൽ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അവനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഈ ടീ ഒക്കെ എന്തിനാ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണോ നിൽക്കുമ്പോഴത്തേക്കിന് അതേ നമ്മുടെ കമ്പനിയിലൊക്കെ ഇൻസ്പെക്ഷനിൽ കുറേ പോലീസുകാർ വരത്തില്ലേ, അവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് കിട്ടിയ അവന്മാർ മിണ്ടാതിരുന്നോളും എന്നൊക്കെയാണെങ്കിൽ പറയുന്നുണ്ട്. യോഗനാണെങ്കിൽ നമ്മുടെ പോലീസുകാരൻ അവളുടെ കമ്പനിയിൽ വിടാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും കുറേ സെക്യൂരിറ്റീസ് ഒക്കെ അവിടെ നിൽക്കുന്നതാണ്. ഇപ്പം എന്താ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റീസിനൊക്കെ വെച്ചേക്കുന്നത് നിൽക്കുമ്പോഴത്തേക്കിനും ഇപ്പൊക്കെ കുറേ തട്ടിപ്പ് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് കുറേ പേരെ വെച്ചതെന്ന് പറയും. എന്ത് തട്ടിപ്പ്? ആ ഗ്രീൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്കാർ നടത്തിയ പോലെയോ എന്നാണ് ചോദിക്കുമ്പോൾ അതൊക്കെ പല വർഷങ്ങൾക്ക് മുമ്പ് നടന്നതല്ലേ, അതൊക്കെ തീർന്നതല്ലേ. പക്ഷേ ഇപ്പോഴത്തെ തട്ടിപ്പ് അങ്ങനെയൊന്നുമില്ല, ടാക്സിലാണെങ്കിൽ ഇവർ തട്ടിപ്പ് കാണിക്കുന്നത് എന്നാണ് ഈ പറയുമ്പോൾ ടാക്സിലോ അതെങ്ങനെ നോക്കിയോ, നിനക്കതിനെ പറ്റിയൊന്നും അറിയില്ല. വലിയ വലിയ ചിലവന്മാരുണ്ട് ടാക്സ് തട്ടിക്കുന്നുണ്ട്, അതൊക്കെ കണ്ടുപിടിക്കണം, എന്നാലേ തീരും ഈ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് നോക്കിയൊക്കെ നീ ആ വലിയ പ്രശ്നത്തിലൊക്കെ ഇടപെടേണ്ട, അതിൻ്റെ ആൾക്കാരൊക്കെ ഭയങ്കര ആൾക്കാരായിരിക്കും, നിനക്കൊന്നും പറ്റാതിരിക്കാനാണ് പറയുന്നത്, സേഫായിട്ടിരിക്കണം എന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടും. അതേസമയം ചെന്നും ആ ഹെഡും കൂടി ആണെങ്കിൽ ഒരുമിച്ചല്ലേ വന്നത്. അയാളാണെങ്കിൽ വാഷ്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ നേരത്ത് ആ പെട്ടിയാണെങ്കിൽ ഇവൻ നൈസായിട്ട് തുറന്നു നോക്കും കേട്ടോ. അതിനകത്താണെങ്കിൽ കുറേ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവും, അത് ഈ ടാക്സിൻ്റെ ആയിരിക്കും. അപ്പോൾ ഈ ടാക്സിൽ തട്ടിപ്പ് കാണിക്കുന്നത് ഇവന്മാർ തന്നെയാട്ടോ. ഇതാണെങ്കിൽ ഹീറോക്ക് മനസ്സിലായി ചെയ്തു. എന്നിട്ട് ചെയ്യാങ്ങിനെ കാണാനായിരിക്കും വരുന്നത്. ചെയ്യാങ്ങിനോടാണെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുക കേട്ടോ, നിങ്ങൾ ടാക്സിൽ ചില തട്ടിപ്പൊക്കെ കാണിക്കുന്നില്ലേ എന്ന്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി നോക്കുമ്പോൾ എൻ്റെ ചുറ്റും തട്ടിപ്പ് കാണിക്കുന്ന ആൾക്കാരല്ലേ, അവന്മാരൊക്കെ കാണിക്കുന്നതും എനിക്ക് കണ്ടൂടെ എന്നാണ് ഈ ചോദിക്കുമ്പോഴത്തേക്കിനും അയാളും പറയാണ്, നീ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരുത്തനാണല്ലോ, നിനക്കിപ്പം ഈ ടാക്സിൻ്റെ കാര്യം അറിഞ്ഞുകൊണ്ട് എന്താ എൻ്റെ അടുത്ത് നിന്ന് വേണ്ട, പൈസ ആണോ, എത്ര വേണമെങ്കിലും ചോദിച്ചു ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്കിനോ അയ്യോ നിങ്ങളുടെ പൈസ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പുതിയൊരു കട നടത്താൻ വേണ്ടി പോകുന്നുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പൈസയും വെച്ച് ഞാൻ എൻ്റെ ഫാമിലിയെ നോക്കിക്കോളാം, നിങ്ങളുടെ പൈസ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പം നിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരുത്തനാണ്, നിനക്കൊരു സംഭവം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഈ ക്ലബിൽ നിറച്ച് ക്യാമറാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ CCTV ഫുട്ടേജ് ഒക്കെ കാണിച്ചു കൊടുക്കുക. ഇതിവിടെയുള്ള കാര്യം ആർക്കും തന്നെ അറിയില്ല. നിനക്കൊരു കാര്യം അറിയോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ബിമ്മാണ് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യമൊക്കെ ബിമ്മ് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളായിരുന്നു. ഇപ്പൊ അവൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ ഞാൻ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആരെയും തന്നെ എനിക്ക് വിശ്വാസമില്ല. നിനക്കൊരു കാര്യം അറിയോ, നമ്മൾ തമ്മിൽ ഫസ്റ്റ് എവിടെ മീറ്റ് ചെയ്ത് നിനക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കിയപ്പോൾ അന്ന് എന്നെ കുറേ ഗ്യാങ്സ്റ്റേഴ്സ് പിള്ളേർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ രക്ഷിച്ചെന്ന് നോക്കിയപ്പോൾ അപ്പോഴല്ല കണ്ടത്, നീ എൻ്റെ ജീവൻ ഒരു വട്ടം രക്ഷിച്ചിട്ടുണ്ട്, ഈ വാച്ച് നിനക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കിനാണ് അവൻ ഓർമ്മ വരുന്നത്. അന്ന് ഇങ്ങാര് ഹെൽപ്പ് ചോദിച്ചത് ഈ വാച്ച് കൊടുത്തപ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞ് പോയതും ഇത് നീ വെച്ചോ എന്നാണ് ഈ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ എനിക്കിത് വേണ്ട, നിങ്ങളും എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് അയാൾക്ക് പിന്നെയും തിരിച്ചു കൊടുക്കും. ഇല്ല, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നിന്നെ മാത്രമേ ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ തന്നെ ഈ വാച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലാണെങ്കിൽ കെട്ടിക്കൊടുക്കാട്ടോ. എന്നിട്ട് അങ്ങേരോടാണെങ്കിൽ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് അധികകാലം ഇവിടെ ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഉടനെ തന്നെ പോകുന്നത്. അയാൾ എനിക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് പറയാണ്, ബിമ്മിനെ പോലെ എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, അവൻ ഏത് സമയത്ത് എന്നെ തിരിഞ്ഞു കൊത്താന്നറിയില്ല, പൊരഞ്ഞിട്ട് അവനാണെങ്കിൽ നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല, എനിക്ക് പകരം നീ വേണം പോകാൻ, നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടേക്ക് പറഞ്ഞു വിടും. അങ്ങനെ അടുത്ത ദിവസമായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ആ ഗ്രാജുവേഷൻ പാർട്ടി എടുക്കുന്നത് ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും. ഒരു റൂമിൽ പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. മിയാനാണെങ്കിൽ പാട്ട് പാടാൻ വേണ്ടി പറയുമ്പോഴത്തേക്കിന് അവളും ഫെയർവെല്ലിന് പറ്റിയൊരു പാട്ടങ്ങ് പാടിയെന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കര സങ്കടമാവട്ടെ. കാരണം ഇത്രയും നാൾ ഒരുമിച്ച് പഠിച്ച് കളിച്ച് നിന്നവരൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോവാന്ന് പറയുമ്പോഴത്തേക്കിന് എല്ലാവർക്കും തന്നെ ഭയങ്കര സങ്കടമായിട്ട് അവിടെ കുറേ നേരം കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് പെട്ടെന്ന് ആ മോണിറ്റർ ചെക്കനാണെങ്കിൽ ഹീറോയിന് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവറും പിടിച്ചുകൊണ്ട് വരും കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിൽ ചുറ്റിനും കൂടുന്നുണ്ട്. അപ്പോൾ അവനും വന്നിട്ട് പറയാണ്, മിയോ നീ പഠിക്കാൻ പോകുന്ന അതേ കോളേജിലാണ് ഞാൻ ചേരാൻ പോകുന്നത്, കുറേ നാളായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇതുവരെ പറയാതിരുന്നത് നമ്മൾ സ്കൂൾ ലൈഫ് കഴിയട്ടെ എന്ന് വിചാരിച്ചതാണ്, ഞാൻ ശരിക്കും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പ്രൊപ്പോസ് ചെയ്യുമ്പോഴത്തേക്കിന് അവളൊന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയുള്ള അതേ ഹോട്ടലിൽ നമ്മുടെ ഹീറോ ഉണ്ടാവാൻ കേട്ടോ. ആ ബിമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ആ മീറ്റിങ്ങിന് വന്നതാ. ചെയ്യാങ്ങ് വന്നില്ലെന്ന് വയ്ക്കുമ്പോഴത്തേക്കിനും ഇല്ല ബോസിന് എന്തോ ജോലി തിരക്കുണ്ട്, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടേന്ന് പറയണ്ട. അവൻ ആ ഡോക്യുമെൻ്റ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് അവൻ്റെ കയ്യിലെ വാച്ച് കണ്ടത് ഇത് ചെയ്യാങ്ങിൻ്റെ ഇല്ല, ഇത് ഒറ്റ പീസേ ഉള്ളൂ ഈ സിറ്റിയിൽ തന്നെ, അത് നിനക്ക് തന്നു നിൽക്കുമ്പോൾ അവനാണെങ്കിൽ ചിരിക്കും കേട്ടോ. ആ ഡോക്യുമെൻ്റ് ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള ഒരു ഓഫീസിൻ്റെ കയ്യിൽ കൊടുക്കുക കേട്ടോ. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വന്നത്. ഈ ഡോക്യുമെൻ്റ് ഒന്നും കറക്റ്റ് അല്ലെന്ന് പറയുമ്പോഴത്തേക്കിനും ബിമ്മിൻ്റെ സ്വഭാവം ആകപ്പാടെ മാറിയിട്ട് കടന്നലറിയിട്ട് കുറേ പൈസയും കൊടുത്ത് ആ പ്രശ്നം അവിടെ വെച്ച് സെറ്റിലാക്കും.
ചെന്നിന് മനസ്സിലായി ഇവരെന്തൊക്കെയോ ഉടായ്പ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് നടക്കുമ്പോഴത്തേക്കിനായിരിക്കും ഹീറോയിൻ്റെയൊക്കെ പാർട്ടി ഹാളിൻ്റെ അവിടെ എത്തുന്നത്. അയ്യോ എസ് പറ എന്നാണെങ്കിൽ പറയുന്ന ശബ്ദം കേട്ട് നമ്മുടെ ചെന്നു നോക്കുക കേട്ടോ. അപ്പം അവൾ അവിടെ ഉണ്ടാവും. അവളാണെങ്കിൽ ആ മോണിറ്റർ ചെക്കനോട് പറയും, നീ എന്നോട് ഇഷ്ടം പറഞ്ഞതിനൊക്കെ താങ്ക്സ്, അതുപോലെ ഈ ഫ്ലവർ നല്ല രസമുണ്ട്, പക്ഷേ എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നുമില്ല, എൻ്റെ മനസ്സിൽ വേറൊരാളുണ്ട് എന്നാണെങ്കിൽ പറയും. ഇവൾ എൻ്റെ മേലെ ഇത്രയും വിശ്വാസം വെച്ചിട്ടുണ്ട്, അപ്പം ഞാൻ ഇങ്ങനത്തെ തെറ്റായ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ആ വാച്ചൊക്കെ ഊരിയിട്ട് പോക്കറ്റിലിട്ടിട്ട് ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്കിന് കേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് ഹാളിലോട്ടാണെങ്കിൽ ആൾക്കാർ വരുമ്പോൾ ഹീറോ പോകുന്നതാണെങ്കിൽ ഹീറോയിൻ കാണും കേട്ടോ. പെട്ടെന്ന് തന്നെ അവൻ്റെ പുറകെ വരിക, ചെൻ നീ എന്താ ഇവിടെ വന്നിട്ട് ഒരു ഹലോ പോലും പറയാതെ അങ്ങ് പോയി കളഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഓ നിന്റെ പാർട്ടി ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, ഞാനൊരു വേറെ ആവശ്യത്തിന് വേണ്ടി വന്ന എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മീയോൻ്റെ ഫ്രണ്ട്സ് അങ്ങോട്ട് വരും. നീ ഇത് എങ്ങോട്ടൊക്കെ പോയേ, ഇതാ കേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം മോണിറ്ററി സെക്കർ അങ്ങോട്ട് വരാട്ടോ, ബ്രദർ നിങ്ങൾ ഇവിടെ വന്നോ, നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനാ അതിന് നീയൊന്നും എൻ്റെ ബ്രദറല്ല എന്നാണ് ഞാൻ പറയുമ്പോഴത്തേക്കിനും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് മീ ആണെങ്കിൽ ഞെട്ടിയും. മോണിറ്ററി ചെക്കൻ അപ്പോഴാണെങ്കിൽ മിയോ നമുക്ക് രണ്ടുപേർക്ക് നാളെ ഹൈക്കിങ്ങിന് പോയാലോ, നീ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനാ അവളൊന്നും ഫ്രീ അല്ലെന്ന് ഹീറോ പറയും കേട്ടോ. അതൊന്നും നീ ഫ്രീ അല്ലാതെ നിനക്ക് ഇഷ്ടമുള്ള സെക്കൻഡ് കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോവാണോ നോക്കും. അപ്പം ഹീറോയിൻ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ബിം അങ്ങോട്ടേക്ക് വരും കേട്ടോ. എടച്ചൻ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചോണ്ട് അയാളുടെ അടുത്തോട്ടാണെങ്കിൽ ഇപ്പോൾ പോകുമ്പോഴത്തേക്കിനും ഇതെന്താ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നത്, എന്താ പ്രശ്നം നിൽക്കുമ്പോൾ, ഒരു പ്രശ്നമില്ല എനിക്ക് അറിയുന്ന പിള്ളേരാ അതാ സംസാരിച്ചെന്ന് പറയും. അങ്ങനെയാണോ, അന്ന പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കും, ഞാൻ പൈസ തന്നിട്ട് കെട്ടുകണക്കിന് പൈസ എടുത്തു കൊടുക്കുക. അയ്യോ അതൊന്നും വേണ്ട നിങ്ങൾ തന്നെ വെച്ചോ എന്നിട്ട് ബിമ്മിനെ അവിടുന്ന് പറഞ്ഞു വിടും കേട്ടോ. ഹീറോയിൻ ഓടി വന്നിട്ട് ആരേത് നിനക്ക് എന്തിനാ അത്ര പൈസയൊക്കെ തന്നെ നോക്കിയുമ്പോഴത്തേക്കിന് അതെൻ്റെ ബോസാണ്, ഞാൻ പോകാന്ന് പറയുമ്പോൾ അന്ന് ഞാനും വരുന്ന പറയും. നീ വരുമെന്ന് വേണ്ട, നീ ആ പാർട്ടി അറ്റൻഡ് ചെയ്യും പോകുന്നു പറഞ്ഞിട്ട് അവനവിടെ അങ്ങ് പോവുകയും ചെയ്യും. അങ്ങനെ വീട്ടിൽ വന്നതും ചെന്നിനോടാണെങ്കിൽ മിയോ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ നിന്നെ പറ്റി സംസാരിച്ചെന്ന് പറയും. എന്താ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ആ ബിമ്മിൻ്റെ കൂടെ ഒന്നും നടക്കുന്നില്ല, അതിനെപ്പറ്റി അവൻ ഭയങ്കര മോശപ്പെട്ട ആളെന്നൊക്കെയാണല്ലോ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. ഇത് നോക്കിക്കേ ഞാൻ തെറ്റായിട്ടുള്ള ജോലി ഒന്നല്ല ചെയ്യുന്നത്, അത് ഓർത്ത് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഗാർഡായിട്ടല്ല അവിടെ ക്ലബ്ബിൽ ഫസ്റ്റ് ജോലി ചെയ്തത്. അപ്പോൾ ധരിച്ചിരുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവനൊരു പെട്ടിലിട്ട് വെക്കുക. അപ്പോഴായിരിക്കും അവനൊരു കാര്യം ചിന്തിക്കുന്നത്, ജയാങ്ങിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നില്ല, എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കാനായി, അതുകൊണ്ട് അവൾ ഹെയർ സിറ്റിയിലാണെങ്കിൽ പോവുക, അവിടേക്കാണ് ഞാനും പോയിട്ട് അവിടെ സെറ്റിലാവാൻ പോവാന്ന് പറഞ്ഞാണ്. ആ എല്ലാം നല്ലത് തന്നെ, പക്ഷേ ഇതെല്ലാം ഇതോടെ അവസാനിച്ചോ നീ വിചാരിക്കരുത്, നീ ഒന്നും കൂടി ആ ബിമ്മിനോടൊന്ന് സംസാരിച്ചിരുന്നു പറയുമ്പോൾ ഞാൻ സംസാരിച്ചോളൂ എന്ന് പറയും. ചെൻ അതുപോലെ ഞാൻ തന്ന വാച്ചൊന്നും നീ ഇടാത്തേന്ന് വയ്ക്കുമ്പോൾ അത് പിന്നെ അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ല, അതാ ഞാൻ ഇടാതിരുന്നേന്ന് പറയും. ഇപ്പം നമ്മുടെ ചെന്നിനാണെങ്കിൽ ഈ ജയാങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊന്നും തീരെ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൻ തന്ന ഡ്രസ്സും പിന്നെ ആ വാച്ചൊക്കെയാണെങ്കിൽ ഒരു പെട്ടിലിട്ട് വെക്കുന്നത് കേട്ടോ. എങ്ങനെയെങ്കിലും ആ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മുടെ പോലീസുകാരാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇരിക്കുമ്പോഴത്തേക്കിന് വേറൊരു പോലീസുകാരൻ വന്നിട്ട് ഒരു ഫയൽ കൊടുക്കാം കേട്ടോ. നമ്മളെ ബിമ്മിനെ പറ്റി അന്വേഷിച്ചില്ലായിരുന്നു, അവനെ പറ്റി ചില ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, നീ ഒന്ന് പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഫയൽ കൊടുക്കാം കേട്ടോ. ആ പോലീസുകാരൻ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ടെന്ന് തരാം. അതുവരെ ബൈ ബൈ.